സെലിബ്രേഷൻസ് ഉണ്ട്. നമുക്ക് 4 പേർക്ക് ഡ്രസ്സ് എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഓണം സെലിബ്രേഷൻ അന്നത്തേക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ കഴിഞ്ഞ ഓണത്തിന് സല്ലു ക്യാമറയുടെ ബാക്കിലായിരുന്നു. ഇത്തവണത്തെ ഓണത്തിന് ക്യാമറയുടെ മുന്നിലാണ്. അപ്പൊ അവന് ഷർട്ട് എടുക്കണം, മുണ്ട് എടുക്കണം. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓണത്തിനുള്ള കോസ്റ്റ്യൂംസ് സെറ്റ് ആക്കാനുണ്ട്. പിന്നെ അതിന് വേണ്ട ഓർണമെന്റ്സ് നമുക്ക് വാങ്ങാനുണ്ട്. പിന്നെ സല്ലുവിന്റെ വാച്ച് പൊട്ടിപ്പോയി. അപ്പൊ നല്ലൊരു വാച്ച് വാങ്ങണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വാങ്ങാനുണ്ട് നമുക്ക്. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി വേണ്ടിയിട്ട് നമ്മളിപ്പോ ഇറങ്ങാൻ പോവാണ്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഒരു ഓണം മേക്കപ്പ് ലുക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്, സാരി കൊടുത്തിട്ട്. അപ്പൊ ഇറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ പോയിട്ട് അത് കണ്ടിട്ടോ, അപ്പോഴേക്കും നമുക്ക് ഇറങ്ങാം. അപ്പൊ ഞാൻ ഈ പ്രാവശ്യത്തെ ഓണം മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പോകുന്നത് ഈബ കോസ്മെറ്റിക്സിന്റെ മസ്റ്റ് ഹാവ് മേക്കപ്പ് കിറ്റ് വെച്ചിട്ടാണ്. അപ്പൊ നമുക്കൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ പറ്റിയ ഒരുവിധ എല്ലാ പ്രൊഡക്ട്സും ഈ കിറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഈബ കോസ്മെറ്റിക്സിനെ പറ്റി നമുക്കറിയാം, ആൽക്കഹോൾ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, വീഗൻ പ്രൊഡക്ട്സ് ആണ്, അത് മാത്രമല്ല പെറ്റ സർട്ടിഫൈഡ് ആണ്, പിന്നെ സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. അപ്പൊ നമുക്ക് ഓണം മേക്കപ്പ് ലുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഈബന്റെ പ്രീ മേക്കപ്പ് സിറം അപ്ലൈ ചെയ്യാൻ കേട്ടോ. അപ്പൊ നമ്മളെ ഫേസിൽ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതേ സിറം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാനത് ആ സിറം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ഗ്ലോയി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം കൺസീലർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഇന്ത്യയുടെ മീഡിയം ഷെയ്ഡിലാട്ടോ വരുന്നത്. അപ്പൊ ഞാനത് കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പൊ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ഈവന്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഓണം മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യുന്നത്. ഈ ഒരു മേക്കപ്പ് കിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ മേക്കപ്പ് ചെയ്യാനുള്ള എല്ലാ പ്രൊഡക്ട്സും ഇതിലുണ്ട് കേട്ടോ. അപ്പൊ ഞാനിത് ലിപ്സ്റ്റിക് വെച്ചിട്ട് ജസ്റ്റ് ഐ ഷാഡോ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ കണ്ണിന്റെ മുകളിലും താഴത്തും ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈബന്റെ മസ്റ്റ് ഹാവ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. കുറച്ച് ഫൗണ്ടേഷന് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിത് ഫൗണ്ടേഷൻ ഒക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈബന്റെ കോൾ കാജൽ അപ്ലൈ ചെയ്യാം. ഇതാണ് എന്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ്. ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്. അപ്പൊ നമുക്ക് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ താഴെ കാജൽ അപ്ലൈ ചെയ്തിട്ട് ഇനി നമുക്കിതൊന്ന് മോൾ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ, ഒരു സ്മോക്കി ഐസ് ഒക്കെ പോലെ. അപ്പൊ ഞാനിത് കാജൽ അപ്ലൈ ചെയ്ത് ഇനി എന്റെ അടുത്ത ഫേവറേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ചീക്ക് ടിന്റ് ആട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ചീക്ക് ടിന്റ് ആട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്തെടുക്കാം. ഇത് ഇതിന്റെ ഷെയ്ഡ് ഉണ്ടോ? അപ്പൊ ഞാൻ ഈ ചീക്ക് ടിന്റ് അപ്ലൈ ചെയ്തു. നല്ലൊരു നാച്ചുറൽ ലുക്ക് ആട്ടോ ആ ചീക്ക് ടിന്റ്. ഇനി അടുത്തത് നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. നേരത്തെ നമ്മൾ കണ്ണിന് യൂസ് ചെയ്ത അതേ ഷെയ്ഡ് തന്നെ നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ലിപ്സ്റ്റിക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനത് ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ കോമ്പാക്ട് പൗഡർ കൂടെ ഒന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഓണം മേക്കപ്പ് ലുക്ക് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് കണ്ണെഴുതാനുണ്ട്. ഈബന്റെ ഐലൈനർ പെൻ വെച്ചിട്ട് നമുക്ക് കണ്ണെഴുതാട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ കണ്ണെഴുതാൻ പറ്റൂട്ടോ, നല്ല ഈസി ആയിട്ട്. അപ്പൊ നമുക്ക് കണ്ണെഴുതാം. അപ്പൊ ഇതാണ് എന്റെ ഈ പ്രാവശ്യത്തെ ഈബ കോസ്മെറ്റിക്സ് വെച്ചിട്ടുള്ള ഓണം മേക്കപ്പ് ലുക്ക്. അപ്പൊ ഈവ കോസ്മെറ്റിക്സിന് ഈ മേക്കപ്പ് കിറ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ പുള്ളോത്തി 20 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കാക്ക് വാച്ച് നോക്കലാണ്. അപ്പോൾ കാക്ക് എങ്ങനത്തെ വാച്ചാണ് നോക്കുന്നത്? ഞാനൊരു ബ്രാൻഡ് സ്പോർട്ടി ലുക്കുള്ള ഒരു വാച്ചാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് അത് നോക്കാം. ഇത് ഇഷ്ടമായി? കുഴപ്പമില്ല, നോക്കാം. വേണ്ട ചെയ്യുന്നുണ്ട്. അതെ, അവൻ ഓരോ വാച്ച് ഇങ്ങനെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇപ്പം കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാച്ചാണ് കേട്ടോ. ഫോസിലിന് ഈ ഒരു വാച്ചാണ് കൂട്ടത്തിൽ നമ്മൾ ബെറ്റർ എന്ന് തോന്നിയത്. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിഷ്ടമായോ? അതൊന്ന് ഇട്, അത് ഒന്ന് ട്രൈ. ഇല്ല അല്ലേ? ആ, ഒന്ന് പറ്റിക്കാം.
എൻ്റെ വാച്ച് പോലെ എൻ്റെത് ഉള്ളില് ഒരു ബ്ലൂ ആണ്, ഒരു ഡാർക്ക് ബ്ലൂ ആണ്. ആ ഏകദേശം അതുപോലെ ഉണ്ടല്ലേ? ശരിയാണല്ലോ. ആ എനിക്ക് കൂട്ടത്തിൽ ഇപ്പൊ കണ്ടതിൽ വെച്ച് ഇതാണ് ഇഷ്ടമായത്. അത് ഉറപ്പിക്കുക. ഇതാണ് ഒന്ന് അവന് ഇഷ്ടമായത്. പിന്നെ കയ്യിലുള്ള നോക്കട്ടെ, പിന്നെ ഇത് ഈ ടൈപ്പ് നിനക്ക് മറ്റേ വാച്ച് ഇല്ലേ, അത് ഞങ്ങൾ ബർത്ത്ഡേക്ക് ഒരു വാച്ച് മേടിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു ടൈപ്പാണ് മറ്റേ രണ്ടാമത്തെ അവൻ്റെ കയ്യിലിരിക്കുന്നത്. അതിനിടയിൽ കൈസ് ഞാൻ എൻ്റെ വാച്ച് ഇവിടെ കണ്ടുപിടിച്ചു. ഇതേ ഇരിക്കണം എൻ്റെ വാച്ച്. ഈ സെയിം സാധനമാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. കൈ നോക്കട്ടെ. ഫസ്റ്റ് കിട്ടിയത് ഏതാ? ഫസ്റ്റ് കിട്ടിയത് ഏതായിരുന്നു? അതെന്നെ പിടിച്ചോണ്ടിരിക്കുകയാണല്ലേ. ആ അത് പിന്നെയും കുഴപ്പമില്ല. എനിക്ക് അതിനെക്കാട്ടി ബെറ്റർ തോന്നുന്ന മറ്റേതാട്ടോ, ഇപ്പം ഇടുന്നതിനെക്കാട്ടി. സ്ട്രാപ്പ് എനിക്കും ഇഷ്ടപ്പെട്ടു. ചെയിൻ നോക്കുക, ചെയിൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇനി ചെയിൻ ഒന്ന് ജസ്റ്റ് നോക്കാണ്, കാരണം അത് കുറച്ച് ലൂസ് ഉള്ളതുകൊണ്ട് ഇനി ചെയിനിൽ നല്ലത് കിട്ടിയാലോ എന്ന് വിചാരിച്ചത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചെയിനിൽ നോക്കാൻ. അത് അവസാനം നമ്മളിത് ഈ വാച്ചിൽ തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട വാച്ച് ഇതാണ് കേട്ടോ ചോദിച്ചപ്പോൾ. അപ്പൊ അതിൽ തന്നെയാണ് ലാസ്റ്റ് എത്തി നിൽക്കുന്നത്. അതാണ് എനിക്ക് ഇഷ്ടമായത്. അപ്പക്കാക്കുള്ള വാച്ച് വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ഞങ്ങൾക്കുള്ള ഓണത്തിന്റെ ഡ്രസ്സ് നോക്കാനുണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കട്ടെ. നമ്മൾ ഇവിടെ തന്നെ ഒന്ന് നടന്ന് നോക്കണം കേട്ടോ. കാര്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ നല്ല കളക്ഷൻ ഉണ്ടാവും. കഴിഞ്ഞ ഈദിന് നമ്മൾ വന്നപ്പോൾ നമുക്ക് നല്ല ഡ്രസ്സ് കിട്ടി അവിടെ നിന്ന്. നമുക്ക് നോക്കില്ല. അപ്പോൾ ഷാമി ഇതേ ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം ഇതൊരു ലൈറ്റ് ഗ്രീൻ ആണ്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. നമ്മളുടെ ഓണത്തിനൊരു ബ്ലൂ പ്രത്യേകത നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഗ്രീൻ ആണോ ബ്ലൂ ആണോ മനസ്സിലാവാൻ പറ്റാത്തത്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പൊ ഇനി അതിന് അവളൊരു വൈറ്റ് പാൻസോ അല്ലെങ്കിൽ ഷോളൊക്കെ ഇട്ട് പെയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫെസ്റ്റീവ് ലുക്കിലേക്ക് അത് വരും അതുകൊണ്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതെടുക്കാം. അപ്പോൾ ഷാമിയുടെ ഔട്ട്ഫിറ്റ് ഇനി റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒന്ന്. ഇത് ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് അല്ല, ഓണത്തിൻ്റെ ജസ്റ്റ് ഒരു സെക്കൻഡ് ഔട്ട്ഫിറ്റ് എന്നുള്ള രീതിയിലാണ്. ഓണത്തിന്റെ പൊടി എന്നുള്ള രീതിയിലാണ്. ഓണത്തിന്റെ സെലിബ്രേഷൻ അന്ന് നമ്മൾ വേറെ തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാണ്ട് പുറത്തുനിന്ന്. അപ്പൊ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ബ്ലാക്ക് ഉണ്ടെങ്കിൽ പക്ഷെ ഇവരെടുക്കാൻ സമയത്ത് ഇവക്ക് ബ്ലാക്കും ബ്രൗണിൻ്റെയും അവിടെ ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. ആ മെറൂണ് ബ്രൗണ് അങ്ങനെ അതിൻ്റെ പല ഷെയ്ഡ്സ് ഒരുപാടുണ്ട്. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ല കുറേ. അല്ല അത് ഞാൻ കുറെ പ്രശ്നപ്പെട്ടു. എനിക്ക് തോന്നി എനിക്ക് കുറെ ഉണ്ട്. ആ എന്തായാലും അപ്പോൾ ഇതന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടോ. ഇനി നമുക്ക് ബില്ല് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം ബില്ല് ചെയ്ത് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവർക്ക് രണ്ടാൾക്കും എടുക്കണം. ഇവർ രണ്ടാളും ഇവിടെ ഇനി ഇവർക്ക് രണ്ടാൾക്കുള്ള ഡ്രസ്സ് നോക്കാനുണ്ട്, പിന്നെ കാക്ക നോക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ നമ്മൾ സല്ലൂന് ഒരു ജാക്കറ്റും പിന്നെ ഒരു ജീൻസിന് ഷർട്ടും എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇട്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പൊ ഞാനിപ്പോ ഈ ഒരു കളർ ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. കുർത്തയായിരുന്നു തപ്പിക്കൊണ്ടിരുന്നത്, പക്ഷെ കുർത്ത അവിടെ കിട്ടാനില്ല. ഈ ഷർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ തൽക്കാലം. ഇനി കുർത്ത കിട്ടുകയാണെങ്കിൽ കുർത്ത എടുക്കാം. ഇതിപ്പോ ഞാൻ അവരെടുത്തതാണ്. ഇത് കൊള്ളാം, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇതും എടുക്കാം. അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ്. കുറേ നേരം നമ്മളിങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ തപ്പിങ്ങനെ നടക്കുന്നത്. രണ്ട് സാധനങ്ങൾ നമുക്ക് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. ഇനി ലോഫർ എടുക്കാനുണ്ട്, മുണ്ട് കിട്ടാനുണ്ട്, പിന്നെ ഞങ്ങൾക്കുള്ള ടോപ്പ് ചെരുപ്പുകളൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഡ്രസ്സിൻ്റെ ഓർണമെന്റ്സ് മെയിനായിട്ട് നമ്മൾ ഓണത്തിന് ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഓർണമെന്റ്സ് എടുക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൗണിൽ പോകണം കേട്ടോ. ഇവിടുന്ന് കിട്ടാൻ നമുക്ക് എന്തായാലും ടൗണിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടിയില്ല, ടൗണിൽ പോകണം. ഇപ്പോൾ തന്നെ ഏകദേശം നല്ല നേരം വൈകില്ല, വൈകുന്നേരം ആവാറായി. എപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിനി ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി തപ്പാനിറങ്ങാം. അങ്ങനെ കഴിച്ച് നമ്മളെ ഫുഡ് ഇപ്പോഴായിട്ടൊന്ന് ആശ്വാസമായത്. ഞങ്ങൾ മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. വിശന്ന് കത്തുന്നുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പായസം കണ്ടപ്പോൾ പായസം വാങ്ങിച്ചിട്ടോ. അപ്പം ഞാൻ വാങ്ങിയ അമ്പലപ്പുഴ പാൽപ്പായസം. ഞങ്ങൾ ഇതുവരെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ചെറുപയർ കേട്ടോ. ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം കാക്കി തന്നെയാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. ഞങ്ങൾ അവിടെ ഒറ്റയ്ക്കൊക്കെ വന്നതായിരുന്നു കഴിച്ച നമ്മൾ കണ്ടു. അവിടെ പായസം കുടിച്ച് തീർന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഞങ്ങൾ കൂടെ പോകും. ഓട്ടിട്ട് നോക്കുന്നു ഞങ്ങൾ അതാ വരുന്നുണ്ട്. ഇതിലൂടെ വരാണ്. അപ്പം ഇവിടുന്ന് ഒരാൾ എത്തി നോക്കുന്നു. ഞങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് അടുത്തത് ലൈഫ് സ്റ്റൈലിൽ കയറി നോക്കട്ടോ. ശ്രീക്ക് ഒരു ധാവണി ടൈപ്പാണ് വേണ്ടത് ഓണത്തിന്. ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട് വേണം. സെലിബ്രേഷൻ അന്ന് ഇടാനല്ലേ? അത് സെലിബ്രേഷൻ ഇടാൻ വേണ്ടി.
വേണ്ട അത് വേണ്ട, ഇത് കയ്യെ തട്ടിപ്പോയതാ. അങ്ങനെ ഞാൻ എടുക്കാൻ പോവാ. എനിക്ക് ഈ ഒരു ടോപ്പ് ഭയങ്കര ഇഷ്ടമായിട്ട്, ഒരു ഡാർക്ക് ഗ്രീന് നല്ല രസമുണ്ട് ഇതിന്റെ വർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഒരു ഫെസ്റ്റീവ് ലുക്ക് ഉണ്ട്. ഞാൻ ഈ സെലക്ട് ചെയ്തതിന്റെ കളർ ചേഞ്ച് ഒരു മെജന്ത കളറാണ്. അഞ്ചിയുടെ അടുത്ത് മെജന്ത ഇല്ല, ഈ ഗ്രീൻ ഉണ്ടോ നോക്ക്. അപ്പോൾ കഴിച്ച് നമ്മൾ നേരത്തെ അവിടെ കണ്ട ഗ്രീനിന്റെ ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കുന്നത്. ഇത് ഞാൻ ഫിക്സ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 5 ഡേ ഒന്ന് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു മുന്തിരി കളർ പോലത്തെ ഒരു കളർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ഔട്ട്ഫിറ്റ് ആയിട്ട് ഓണത്തിന്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഷാമിക്ക് നേരത്തെ എടുത്തതുണ്ടായിരുന്നു. അപ്പോൾ 3 പേരത് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ 5 ഷെയും കാണിച്ചാൽ ആ ടോപ്പനാട്ടോ ഓരെടുത്തിട്ടുള്ള കാക്കയുടെ കയ്യിലുണ്ട്. കാക്കയുടെ ബില്ല് ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കിനി അടുത്തതായിട്ട് സല്ലൂന് ലോഫർ എടുക്കാനുണ്ട്. അപ്പോൾ അത് എടുക്കണം. പിന്നെ നമുക്ക് നെസ്റ്റോയിൽ ഒന്ന് കയറാണ്ട്, കാര്യം വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ നെസ്റ്റോയിൽ കയറി ആ സാധനങ്ങളും കൂടെ നമുക്ക് മേടിക്കണം കേട്ടോ. ഇതൊക്കെ ഏകദേശം നമ്മുടെ ഓണം ഔട്ട്ഫിറ്റിന് പറ്റിയിട്ടുള്ള നമ്മൾ സല്ലൂന് ലോഫർ നോക്കാൻ വേണ്ടി വന്നതാട്ടോ. ഒരു ബ്രൗൺ ലോഫറാണ് നമുക്ക് ട്രൈ ചെയ്തത്. അത് രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബ്ലാക്കിനെക്കാട്ടിയും ബ്രൗൺ എനിക്ക് ഇഷ്ടമായി. ഇതെവിടെ പേഴ്സ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ എന്തോ ഒരു ഫങ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. അത് വേണ്ട കേട്ടോ, ഗോൾഡനോ അല്ലെങ്കിൽ ബ്ലാക്കോ നോക്കും. ഇതെവിടെ ഷീറ്റിലെ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് സാരിക്ക് ഇടാനും പിന്നെ എനിക്കൊരു ഗൗൺ ഉണ്ട്, അതിനും കൂടെ രണ്ടിനും കൂടെ വേണ്ടി ഞാൻ നോക്കുകയാണ് കേട്ടോ. ഇതെനിക്കിഷ്ടമായി. അപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കുറേ നേരമായിട്ടോ, ഞങ്ങൾ അത്രയും നേരം സാധനങ്ങൾ തപ്പി നടക്കുകയായിരുന്നു. ഇത് നമ്മൾ പകുതി വാങ്ങിച്ചിട്ടുള്ളൂ, ഇനി നമുക്ക് വാങ്ങിക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് വേറൊരു ദിവസം ഇറങ്ങണം. ഇന്നിപ്പോ ലേറ്റ് ആയി പോയി, അതുകൊണ്ട് തന്നെ 5 അവിടുന്ന് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അതുകൊണ്ടാണ് 5 നമ്മളെ ഔട്ട്ഡോറിൽ ഇല്ലാത്തത്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഓണം പ്ലാൻസ് എന്താണെന്നുള്ള മറക്കാതെ താഴെ കമന്റ് ബോക്സിൽ. പിന്നെ നമ്മുടെ ഓണം സെലിബ്രേഷൻ വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അടിപൊളി വീഡിയോ ആയിരിക്കും. പിന്നെ ഈബ കോസ്മെറ്റിക്സിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, വേണ്ടവരൊക്കെ കയറി പർച്ചേസ് ചെയ്യാം. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബൈ.